ഐതിഹ്യമാല അധ്യായം 11. പുളിയാമ്പിള്ളി നമ്പൂരി. ഇദ്ദേഹം ഒരു ഉത്തമ ബ്രാഹ്മണനും നല്ല ശാക്കയനുമായിരുന്നു. ദിവസം തോറും ദേവിയെ ഉപാസന ഇദ്ദേഹത്തിന് പതിവുണ്ടായിരുന്നു. ഇതുമാത്രമല്ല, ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, കറുത്തവാവ് മുതലായ ദിവസങ്ങളിൽ മദ്യമാംസാദിയ നിവേദ്യ സാധനങ്ങളോടുകൂടി വിധിപ്രകാരമുള്ള ശക്തിപൂജയും ഉണ്ടായിരുന്നു. പൂജാനന്തരം അദ്ദേഹം ധാരാളമായി മദ്യം സേവിക്കാറുമുണ്ട്. ദേവി അദ്ദേഹത്തിന് പ്രത്യക്ഷമൂർത്തിയായിരുന്നു. ഇദ്ദേഹം മദ്യമാംസാദികൾ കൂട്ടി ശക്തിപൂജ കഴിക്കുകയും മദ്യം സേവിക്കുകയും ചെയ്യുന്ന വിവരം മറ്റുള്ള ബ്രാഹ്മണർ ധാരാളമായി അറിഞ്ഞുവെങ്കിലും ഇദ്ദേഹത്തിന്റെ ദിവ്യത്വം നിമിത്തം അതൊന്നും കണ്ടുപിടിക്കുന്നതിനും ഇദ്ദേഹത്തിന് പതിത്വം കൽപ്പിക്കുന്നതിനും ആർക്കും കഴിഞ്ഞില്ല. ഇദ്ദേഹം ഇല്ലാത്ത സ്ഥലത്തു വെച്ച് നമ്പൂരിമാർ കൂടിയിരുന്നു കൊണ്ട് ഇയാൾ ശുദ്ധ നീചനാണ്, നമ്മുടെ ഇല്ലങ്ങളിൽ യാതൊരു അടിയന്തരത്തിലും ക്ഷണിക്കരുത്, ക്ഷണിക്കാതെ വന്നാൽ അടിച്ചു പുറത്തിറക്കണം, നമുക്കാർക്കും യാതൊരു അടിയന്തരത്തിനും ഇയാളുമായിട്ട് ഇവിടെ പോവുകയും വേണ്ട എന്നൊക്കെ പറയും. എങ്കിലും ഇദ്ദേഹത്തോട് നേരിട്ടൊന്നും പറയുവാൻ ആർക്കും യുക്തി ഉണ്ടായിരുന്നില്ല. തക്കതായ ഒരു ലക്ഷ്യം കിട്ടാതെ ഒരാൾക്ക് ഭ്രഷ്ടം കൽപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിനാൽ വല്ലതും ലക്ഷ്യം കണ്ടുപിടിക്കണമെന്ന് നിശ്ചയിച്ച് സ്വദേശികളായ നമ്പൂരിമാരെ എല്ലാം കൂട്ടി അതിന് തരം നോക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച നാൾ പുള്ളിയാമ്പള്ളി നമ്പൂരി ശക്തി പൂജയ്ക്ക് മദ്യം വാങ്ങുവാനായി പോയിരുന്നു എന്നുള്ള വിവരം നമ്പൂരിമാർക്ക് അറിവ് കിട്ടി. ഉടനെ അവർ പലർ കൂടി ഇദ്ദേഹം മദ്യവും കൊണ്ടുവരുമ്പോൾ ഇടയ്ക്ക് വെച്ച് പിടിക്കണമെന്ന് നിശ്ചയിച്ച് വഴിവക്കത്തെ ഒരു സ്ഥലത്ത് ചെന്നൊളിച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പുളിയാമ്പള്ളി നമ്പൂരി മദ്യകുംഭവും തലയിൽ വെച്ച് വരവായി. ഉടനെ നമ്പൂരിമാരെല്ലാം കൂടി ചുറ്റും ചെന്ന് വളഞ്ഞു. കാര്യം പറ്റിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ഈ കുടത്തിൽ എന്താണെന്ന് ചോദിച്ചു. ഇവർ തന്നെ ചതിക്കാൻ വന്നിരിക്കുന്നവരാണെന്ന് പുളിയാമ്പള്ളി നമ്പൂരിക്ക് മനസ്സിലായി. ഇവിടെ ചതിയൊന്നും തന്നോട് പറ്റുകയില്ലെന്ന് ഇദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നുവെങ്കിലും ഇവർക്ക് ഇവരുടെ ഉത്സാഹം വലിച്ചു എന്നുള്ള വിചാരം കുറച്ചുകൂടി സന്തോഷമുണ്ടാക്കിയിട്ട് പിന്നീട് അബദ്ധമാക്കി വിടാമെന്ന് വിചാരിച്ച് തത്കാലം ഒന്നും മിണ്ടാതെ പരിമുവാൻ ഭാവിച്ചു. അപ്പോഴേക്ക് നമ്പൂരിമാർക്ക് ഉത്സാഹം വർദ്ധിച്ചു. എന്താ കൂടത്തിൽ എന്നെല്ലാവരും ചോദ്യമായി മുറുക്കമായി. പുളിയാമ്പള്ളി നമ്പൂരി വലിയ ജലത സംഭവിച്ച ഭാവത്തിൽ ആരുടെ നേരെ നോക്കാതെ മുഖം കുമ്പിട്ട് കീഴ്പോട്ട് നോക്കിക്കൊണ്ട് ഇതിൽ വിശേഷിച്ചൊന്നുമില്ല എന്ന് പതുക്കെ പറഞ്ഞു. അപ്പോൾ ചിലർ എന്നാൽ കുടമഴിച്ച് കാണണമെന്നായി. ചിലർ കുടം പിടിച്ച് താഴെ ഇറക്കി വെച്ചു. അപ്പോൾ മദ്യത്തിന്റെ ഗന്ധം ധാരാളമായി വന്നതുകൊണ്ട് കുടത്തിനകത്തിന് എന്താണെന്ന് നമ്പൂരിമാർക്ക് നിശ്ചയമായി. അതിനാൽ കുടം അടച്ചു കെട്ടിയിരിക്കുന്നത് അഴിച്ചു കാണണമെന്നുള്ള മുറുക്കം കലാശമായി. അപ്പോൾ പുള്ളിയാമ്പള്ളി നമ്പൂരി എന്തിനഴിച്ചു കാണുന്നു, ഇതിൽ കുറച്ച് കളിയടക്കുകയാണ്, ആകായിലേക്ക് 3 കൂട്ടാൻ കളിയടക്കുക വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്പൂരിമാർ എന്നാൽ ഈ കളിയടക്ക ഞങ്ങളൊന്ന് കാണട്ടെ എന്നായി. എന്തിനു വളരെ പറയുന്നു, കുടമഴിച്ച് കാണിക്കുവാൻ അദ്ദേഹം മടിക്കും തോറും കുടത്തിൽ മദ്യമാണെന്നുള്ള നിശ്ചയവും അഴിച്ചു കാണണമെന്നുള്ള നിർബന്ധവും നമ്പൂരിമാർക്ക് കലശായി തീർന്നു. അഴിച്ചു കാണിക്കാതെ വിടുക്കില്ലെന്ന് തീർച്ചയായപ്പോൾ പുളിയാമ്പള്ളി നമ്പൂരി എന്നാൽ കണ്ടോളിനെന്ന് പറഞ്ഞ് കുടത്തിന്റെ മൂടി അഴിച്ചു. നമ്പൂരിമാർ നോക്കിയപ്പോൾ കുടം നിറച്ച് ഒരാന്തരം കളിയടക്കുകയായിരുന്നു. നമ്പൂരിമാരെല്ലാം മധ്യമമായി പോയി എന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാവരും പോയപ്പോൾ പുളിയാമ്പള്ളി നമ്പൂതിരി കുടം പൂർവ്വസ്ഥിതിയിൽ അടച്ചു കെട്ടി എടുത്തും കൊണ്ട് അദ്ദേഹത്തിന്റെ ഇല്ലത്തേക്ക് പോയി. പൂജയുടെ സമയമായപ്പോൾ കടിയടക്കിക്ക് മദ്യം തന്നെ ആയിത്തീരുകയും ചെയ്തു. ഇങ്ങനെ പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും ഇദ്ദേഹം മദ്യപാനം ചെയ്യുന്നുണ്ടെന്നുള്ള തക്കതായ ഒരു ലക്ഷ്യം കണ്ടുപിടിക്കുന്നതിന് നമ്പൂരിമാർ വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. പൂജിക്കുന്നതും മദ്യം സേവിക്കുന്നതും പുരയ്ക്കകത്ത് തന്നെയാണ് പതിവ്. അത് രാത്രികാലങ്ങളിലും ആയിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലും കാണുവാൻ ചെന്നാൽ ഇപ്പോൾ സമയമില്ല, രാവിലെ ആവട്ടെ എന്ന് പറയുന്നതിന് ഭൃത്യന്മാരെ ഷട്ടം കിട്ടിയിരിക്കും. പിന്നെ രാത്രി സമയത്ത് വാതിലടച്ച് കിടക്കുന്ന ഇദ്ദേഹത്തിനെ ആർക്കെങ്കിലും ചെന്ന് കാണുവാൻ കഴിയുമോ? പകൽ പുറത്ത് കാണുമ്പോഴെങ്ങും കുടിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. പിന്നെ എന്ത് നിവൃത്തിയാണുള്ളത്? ഇങ്ങനെ ഒരു നിവൃത്തി മാർഗവും ഇല്ലാതെ വളരെ കാലം വിഷമിച്ചതിന് ശേഷം നമ്പൂരിമാരെല്ലാവരും കൂടി വിവരം രാജാവെങ്കിൽ അറിയിച്ചു. ശക്തിപൂജയുള്ള ദിവസം നിശ്ചയമായി അറിഞ്ഞു പറഞ്ഞാൽ നിവൃത്തി ഉണ്ടാക്കി കൊള്ളാമെന്ന് രാജാവ് കൽപ്പിച്ചു. പിന്നെ നമ്പൂരിമാരെല്ലാവരും കൂടി കർക്കിടകത്തിൽ കറുത്ത വാവിനാൽ ശക്തിപൂജയുണ്ടെന്നുള്ള വിവരം സൂക്ഷ്മമായി അറിഞ്ഞ് രാജാവെങ്കിൽ ഗ്രഹിപ്പിച്ചു. പുളിയാമ്പള്ളി നമ്പൂരി പതിവ് പോലെ പൂജയും കഴിച്ച് മദ്യവും സേവിച്ച് മന്ദത ഹൃദയനായിരിക്കുന്ന സമയം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരുവാനായിട്ട് രാജാവ് ആളയച്ചു. രാജാവിൻ്റെ ആൾ നമ്പൂരി ഇല്ലെന്ന് ചെന്ന് വിവരം ദാസി മുഖാന്തരം ആകെയിൽ ഗ്രഹിപ്പിച്ചു. അന്തർജനം ആ വിവരം നമ്പൂരിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ മദ്യത്തിന്റെ ലഹരി കൊണ്ട് ബോധം കെട്ടിരുന്ന നമ്പൂതിരി ആട്ടെ, നിലാവുദിക്കുമ്പോൾ ചെല്ലാം, ഇപ്പോൾ ഈ ഇരുട്ടത്ത് പ്രയാസമുണ്ടെന്ന് പറഞ്ഞയച്ചേക്ക് എന്ന് പറഞ്ഞു. അന്തർജനം ആ വിവരം ദാസിമൂലം രാജഭൃത്തിനോട് പറഞ്ഞറിയിക്കുകയും ചെയ്തു. പുളിയാമ്പള്ളി നമ്പൂരി വെളിവ് കൂടാതെ വരുന്നത് കാണുന്നതിനും രാജാവിനെ കൂട്ടി സാക്ഷ്യമായി
വെച്ചുകൊണ്ട് ഭ്രഷ്ട് കൽപ്പിക്കുന്നതിനുമായി അന്ന് രാജസന്നിധിയിൽ അസംഖ്യം നമ്പൂരിമാർ കൂടിയിരുന്നു. അപ്പോൾ ഭൃത്യൻ വന്നു, നമ്പൂരി നിലാവധിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് രാജാവിൻ്റെ അടുക്കൽ അറിയിച്ചു. അത് കേട്ട് നമ്പൂരി മദ്യപാനം ചെയ്ത് വിളവ് കൂടാതെ പറഞ്ഞയച്ചതാണെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. കർത്തവാവിനാൽ ചന്ദ്രൻ ഉദിക്കാതെ എന്നുള്ളത് ഒരിക്കലും ഉണ്ടാക്കാതെയാൽ അത് സ്വബോധമുള്ളവർ പറയുന്നതല്ലോ. അപ്പോൾ രാത്രി കുറെ അധികമായതിനാൽ നമ്പൂരിമാരും അവരവരുടെ ഇല്ലങ്ങളിലേക്ക് പോയില്ല. രാജാവ് പള്ളിയറയിലേക്ക് എഴുന്നള്ളിയതിനു ശേഷം എല്ലാവരും രാജഭവനത്തിൽ തന്നെ ഓരോ സ്ഥലത്ത് പോയി കിടന്നുറങ്ങി. ഏകദേശം അർദ്ധരാത്രി ആയപ്പോഴേക്കും പുളിയാമ്പള്ളി നമ്പൂരിക്ക് ബോധം വീണു. അപ്പോൾ അദ്ദേഹത്തിന് രാജാവിൻ്റെ ആൾ വന്നിരുന്നുവെന്നും താൻ എന്തോ അസംബന്ധം പറഞ്ഞയച്ചുവെന്നും ഏതാണ്ടൊക്കെ ഒരു സ്വപ്നം കണ്ടതുപോലെ ഓർമ്മയേകിയാൽ വിവരം അന്തർജനത്തിനോട് ചോദിക്കുകയും ഉണ്ടായ വസ്തുത അന്തർജനം പറയിക്കുകയും. നിലാവുദിക്കുമ്പോൾ ചെല്ലാവെന്ന് പറഞ്ഞയച്ചിരിക്കുന്നത് കേട്ടപ്പോൾ നമ്പൂരി തൽക്കാലം ഒന്നും താഴ്ച്ചു. എങ്കിലും സർവൈക ലോകമാതാവായിരിക്കുന്ന സാക്ഷാൽ ശക്തിയുടെ സഹായമുള്ളതുകൊണ്ട് തനിക്കൊന്നും ദുസ്സാധ്യമായും അപകാരപരമായും വരില്ലെന്നുള്ള വിശ്വാസത്തോടുകൂടി അദ്ദേഹം ഉടനെ എണീറ്റ് രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രൻ ആകാശമധ്യത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നതും നല്ല വിശദചന്ദ്രിക ലോകമെല്ലാം നിറഞ്ഞു പരന്നിരിക്കുന്നതും കാണപ്പെട്ടു. അതിനാൽ അത്യന്തം സന്തുഷ്ട ഹൃദയനായ നമ്പൂരി വേഗത്തിൽ രാജഭവനത്തിലെത്തി രാജാവ് കിടന്നുറങ്ങുന്ന പള്ളിവാതിക്കൽ ചെന്ന് മുട്ടിവിളിച്ചു. ഉടനെ രാജാവുണർന്ന് ആരത് എന്ന് ചോദിച്ചു. ഞാൻ തന്നെ, പുളിയാമ്പള്ളി എന്ന് നമ്പൂരി ഉത്തരം പറഞ്ഞപ്പോൾ എന്താ നിലാവുദിച്ചുവോ എന്ന് രാജാവ് ചോദിച്ചു. ഉവ്, പുറത്തിറങ്ങി നോക്കിയാൽ കാണാമെന്ന് നമ്പൂരി പറഞ്ഞു. ഉടനെ രാജാവ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രനെയും ചന്ദ്രികാ പ്രകാശത്തെയും കണ്ട് അത്യന്തം വിസ്മയിച്ചു. അപ്പോൾ തന്നെ രാജാവ് ഭൃത്യന്മാരെ പറഞ്ഞയച്ച് നമ്പൂരിമാരെ എല്ലാം വിളിച്ചു വരുത്തി. എല്ലാവരും ഇത് കണ്ട് ഏറ്റവും അത്ഭുതപ്പെട്ടു. രാജാവ് പുളിയാമ്പള്ളി നമ്പൂരിക്ക് അനവധി സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ചയച്ചു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തെത്തിയപ്പോഴേക്കും ചന്ദ്രനും ചന്ദ്രികയും മറഞ്ഞ് നല്ല ഇരുട്ടാവുകയും ചെയ്തു. ആ കാണപ്പെട്ടത് സാക്ഷാൽ ചന്ദ്രനും ചന്ദ്രികയും അല്ലായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഭക്തവത്സലനായ ദേവീഭക്തനായ നമ്പൂരിക്ക് അപമാനം സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി തൻ്റെ കുണ്ടലങ്ങളിൽ ഒന്നെടുത്ത് ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ചെയ്തത്. അത് കണ്ടവർക്കെല്ലാം ചന്ദ്രനായിട്ടും അതിൻ്റെ ശോഭ ചന്ദ്രികയായിട്ടും അന്ന് തോന്നിയെന്നേ ഉള്ളൂ. ഇപ്രകാരം പലരും പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും പുളിയാമ്പള്ളി നമ്പൂരിയെ അപമാനിക്കുന്നതിനോ അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനോ അദ്ദേഹത്തിന് ഭ്രഷ്ട് കൽപ്പിക്കുന്നതിനോ കഴിഞ്ഞില്ല. ദേവീ പ്രസാദം വേണ്ടതുപോലെ സിദ്ധിച്ചിട്ടുള്ളവരെ ജയിക്കുവാൻ ആർക്കു വിചാരിച്ചാലും കഴിയുന്നതല്ലോ. പുളിയാമ്പള്ളി നമ്പൂരി ഒരു നല്ല മന്ത്രവാദിയുമായിരുന്നു. അദ്ദേഹത്തെ മന്ത്രവാദത്തിനായി പലരും ക്ഷണിച്ചുകൊണ്ടു പോവുക പതിവായിരുന്നു. അദ്ദേഹം ഒഴിച്ചാൽ ഒഴിയാത്ത ബാധ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്പൂരി മന്ത്രവാദത്തിനും മറ്റുമായി അന്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ ദേവി പ്രത്യക്ഷമൂർത്തിയായിട്ട് അദ്ദേഹത്തോട് പോവുക പതിവായിരുന്നു. അത് അന്യന്മാർക്ക് അപ്രതീക്ഷിതം തന്നെയായിരുന്നു. ഒരു ദിവസം നമ്പൂരി എവിടെയോ പോയി ഒരു മന്ത്രവാദം കഴിഞ്ഞ് അർദ്ധരാത്രി നമ്പൂരി മുമ്പും ദേവി പിമ്പുമായി ഇല്ലത്തേക്ക് പുറപ്പെട്ടു. കുറെ വഴി പോയതിനു ശേഷം ഒരിക്കൽ നമ്പൂരി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവിയെ കണ്ടില്ല. എവിടെ പോയതായിരിക്കുമെന്ന് സംശയിച്ച് കുറച്ചു നേരം തിരിഞ്ഞു നിന്നു. എന്നിട്ടും കാണായിയാൽ നമ്പൂരിക്ക് വളരെ വ്യസനമായി. ഒന്നന്വേഷിച്ച് വേണം പോകാമെന്ന് നിശ്ചയിച്ച് അദ്ദേഹം പോകുന്ന സ്ഥലത്തേക്ക് തന്നെ തിരികെ പുറപ്പെട്ടു. കുറച്ചു ചെന്നപ്പോൾ വഴിക്ക് സമീപം ഒരു പറയന്റെ മാടത്തിൽ ഒരു പറയൻ ഒരു വാളും പീഠവും വെച്ച് ദേവിയെ പൂജിക്കുന്നതും കൊട്ടുന്നതും ചാറ്റുന്നതും ചില സ്തോത്രങ്ങൾ ചൊല്ലി ചുതിക്കുന്നതും ദേവി ആ പൂജ ഏറ്റുകൊണ്ട് ആ പീഠത്തിൽ മേലിരിക്കുന്നതും നമ്പൂരി കണ്ടു. ദേവിയെ പറയന് കാണുവാൻ പാടില്ലായിരുന്നതിനാലും അവന്റെ പൂജയും മറ്റും കഴിയുന്നതുവരെ നമ്പൂരി എല്ലാം കണ്ടുകൊണ്ട് വഴിയിൽ തന്നെ നിന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേവി എണീറ്റ് അവിടെ നിന്ന് പുറപ്പെട്ട് നമ്പൂരിയുടെ അടുക്കൽ വന്നു. അപ്പോൾ നമ്പൂരി, അല്ലയോ ദേവി, ഈ പറമാടത്തിലും മറ്റും അവിടുന്ന് എഴുന്നള്ളത് വലിയ കഷ്ടമാണ്. മന്ത്രദാദികളൊന്നുമില്ലാതെ നീചനായ പറയൻ പൂജിച്ചതിനെ അവിടുന്ന് കൈക്കൊള്ളുകയും അവൻ്റെ നിവേദ്യാംശത്തെ അവിടുന്ന് അനുഭവിക്കുകയും ചെയ്തത് കണ്ടിട്ട് എനിക്ക് വളരെ വല്ലാതെ തോന്നി. ഇനി മേലാലെങ്കിലും ഇങ്ങനെയുള്ളത് പോകാതിരുന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ദേവി ചിരിച്ചുകൊണ്ട്, അല്ല, അങ്ങ് ഇതുവരെ എൻ്റെ സ്വഭാവം നല്ലതുപോലെ അറിഞ്ഞിട്ടില്ല അല്ലേ? അങ്ങയ്ക്ക് മനഃശുദ്ധിയും ഭക്തിയും മതിയായിട്ടില്ലേ? എന്നെക്കുറിച്ച് ഭക്തിയുള്ള എല്ലാവരും എനിക്കൊന്നുപോലെയാണ്. ചണ്ടലാണെന്നും ബ്രാഹ്മണനാണെന്നുള്ള വ്യത്യാസം എനിക്കില്ല. ഭക്തിയുള്ളവർ ആര് വിളിച്ചാലും എനിക്കവിടെ പോകാതിരിക്കാനും നിവൃത്തിയില്ല. ഞാൻ മന്ത്രതന്ത്രാദികളെക്കാൾ ഗണിക്കുന്നത് ഭക്തിയെയാണ്. ഈ തത്വം അറിഞ്ഞിട്ടില്ലാതെ അങ്ങയുടെ കൂടെ ഞാൻ വരുന്നില്ല. ഇനി അങ്ങയ്ക്ക് എനിക്ക് എന്നെ കാണുവാനും കഴിയില്ല. എങ്കിലും പതിവിൻ പ്രകാരം ഭക്തിയോടുകൂടി എന്നെ ഉപാസിച്ചുകൊണ്ടിരുന്നാൽ അങ്ങ് വിചാരിക്കുന്ന കാര്യമെല്ലാം ഞാൻ സാധിപ്പിച്ചു തരികയും ചെയ്യാം. ഇത്ര മറളി ചെയ്ത് അവിടെ തന്നെ അന്തർധാനവും ചെയ്തു. അതിനാൽ പിന്നെ നമ്പൂരി മാംസ ശക്സസ് കൊണ്ട് ദേവിയെ കണ്ടില്ല. ദേവി അപ്രത്യക്ഷമായതിനു ശേഷം അധികകാലം അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുമില്ല.
പുളിയാമ്പള്ളി നമ്പൂരിയെ മലയാളത്തിൽ പല ദേശങ്ങളിലും പല ജനങ്ങളും ഇന്നും കുടുംബ പരദേവതയായി വെച്ചാരിച്ചു വന്നിരുന്നുണ്ട്. കർക്കിടക മാസത്തിലും തുലാമാസത്തിലും മറ്റും പുളിയാമ്പള്ളി നമ്പൂരിക്ക് വെള്ളം കുടി വെക്കുക എന്നൊരു കാര്യവും പലയിടത്തും നടപ്പുണ്ട്. പുളിയാമ്പള്ളി നമ്പൂരിക്ക് വെള്ളം കുടി പ്രാർത്ഥിച്ചാൽ സകല കാര്യങ്ങളും സാധിക്കുമെന്നാണ് ചിലരുടെ വിശ്വാസം. സന്തതി ഉണ്ടാകുവാനായിട്ടും സമ്പത്തുണ്ടാകുവാനായിട്ടും ബാധോപദ്രവങ്ങൾ, രോഗങ്ങൾ മുതലായവ മാറുന്നതിനായിട്ടും നമ്പൂരിക്ക് വെള്ളം കുടി പ്രാർത്ഥിക്കുക പലയിടത്തും നടപ്പാണ്. മോക്ഷണം തെളിയിക്കുന്ന വിഷയത്തിലാണത്രേ ഇതിന് പ്രാധാന്യം. പുളിയാമ്പള്ളി നമ്പൂരിക്ക് വെള്ളം കുടി പ്രാർത്ഥിച്ചാൽ തെളിയാത്ത മോക്ഷണം ലോകത്തില്ലെന്നാണ് ചിലർ പറയുന്നത്. വെള്ളം കുടി പ്രാർത്ഥിച്ചാൽ 41 ദിവസത്തിനകം മോഷ്ടിച്ചവൻ മാപ്പ് ചോദിച്ചുകൊണ്ട് മോഷണത്തൊണ്ടി ഉടമസ്ഥന്റെ പാദത്തിങ്കൽ കൊണ്ടുചെന്ന് നമസ്കരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ മോഷ്ടാവും അവൻ്റെ തറവാട്ടിലുള്ള എല്ലാവരും രക്തം ഛർദ്ദിച്ചും മരിക്കും. കാര്യം സാധിച്ചിട്ട് പ്രാർത്ഥന നടത്താതെ ഇരുന്നാൽ മോഷ്ടാവിൻ്റെ അനുഭവം തന്നെ ഉടമസ്ഥനും സിദ്ധിക്കും. പുളിയാമ്പള്ളി നമ്പൂതിരി സ്വഭാവം കായംകുളം വാളുപോലെ ഇരുഭാഗത്തും മൂർച്ചയുള്ളതാണ്. ഇദ്ദേഹത്തെ പോലെ ഉഗ്രമൂർത്തിയായിട്ട് വേറൊരു യാതൊരു മൂർത്തിയുമില്ല എന്നിങ്ങനെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഇക്കാലത്തും ധാരാളമുണ്ട്. വളരെ കാലം മുമ്പ് മരിച്ചു പോയിരിക്കുന്ന ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഭയഭക്തി, വിശ്വാസ, ബഹുമാനങ്ങൾ ഇക്കാലം വരെ നിലനിൽക്കണമെങ്കിൽ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ദിവ്യത്വങ്ങളും അത്ഭുത കർമ്മങ്ങളും സാമാന്യമല്ലെന്ന് എല്ലാവർക്കും ബോധ്യമാകുകയില്ലേ. ഇദ്ദേഹത്തിൻ്റെ ഇല്ലം കോഴിക്കോട്ടായിരുന്നുവെന്നും അദ്ദേഹം ചരമഗതിയെ പ്രാപിച്ചിട്ടിപ്പോൾ 500 സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് കേട്ടിരിക്കുന്നത്. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 11 തീർന്നു. ഇനി അധ്യായം 12 കല്ലന്താത്തിരി കുരക്കൾ തുടരും.